ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ കൂടി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഓപ്പോ സീരീസിലെ അടുത്തൊരു ഫോണിനെ കുറിച്ചാണ്. ഓപ്പോ റെനോ 3 Pro എന്ന് പറയുന്ന മോഡലിൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇതിൻ്റെ മുന്നത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഓപ്പോ റെനോ 3 എന്ന് പറയുന്ന മോഡലിൻ്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ. അതാരും കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതും നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള അതേപോലെ തന്നെ കൂടുതലായിട്ടും കാണിക്കാൻ പോകുന്നത് ക്യാമറ റിവ്യൂസാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. അപ്പോൾ ഇതാണ് ഓപ്പോ റെനോ 3 പ്രോൻ്റെ ഒരു ബോക്സ് വരുന്നത്. എൻ്റെ കയ്യിലുള്ള ഈ വേരിയൻ്റ് എന്ന് പറയുകയാണെങ്കിൽ ബ്ലാക്ക് കളറും 8GB റാമും 256GB ഇൻറ്റേർണൽ സ്റ്റോറേജും ഉള്ളതാണ്. നമ്മളിതിൻ്റെ ഒരു മുന്നത്തെ ഒരു വീഡിയോയിൽ ഓപ്പോ റെനോ 3ൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ആ ഒരു വീഡിയോ ആരും കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ബോക്സ് അൺബോക്സ് ചെയ്ത് ഫോണിൽ നമുക്ക് പുറത്തെടുക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മുകളിലായിട്ട് ഒരു ചെറിയൊരു ബോക്സാണ് കൊടുത്തിട്ടുള്ളത്. അതിലെന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഇതിൽ വരുന്നത് ഒരു സിലിക്കോൺ കവറും യൂസർ മാനുവൽ വരുന്നുണ്ട്, പിന്നെ ഒരു സിം എജക്റ്റ് ചെയ്യാനുള്ള ഒരു ടൂളുമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ബോക്സിലുള്ളത് നമ്മളെ ഫോണാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈനിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനാണ് കൊടുത്തിട്ടുള്ളത്. ബാക്ക് സൈഡിൽ ഒരു 3D എഫക്റ്റ് ഒക്കെ ആണ് കൊടുത്തിട്ടുള്ളത്. ലൈറ്റൊക്കെ തട്ടുന്ന സമയത്ത് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇനി ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.4 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ സൂപ്പർ AMOLED ഡുവൽ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇനി 2400x1080 പിക്സൽസ് റെസൊല്യൂഷനാണ്. അതുപോലെ തന്നെ 20:9 ആണ് ആസ്പെക്ട് റേഷ്യോ വരുന്നത്. ഇതുകൂടാതെ 405 ppi ഡിസ്പ്ലേ ഡെൻസിറ്റിയും കൊടുത്തിട്ടുണ്ട്. 90.8% ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നത്. അതുകൊണ്ട് തന്നെ ബെസൽലെസ് സ്ക്രീനാണ് വരുന്നത്. ബെസലൊക്കെ വളരെ കുറവാണ്. ഒരു ഫുൾ വ്യൂ ഡിസ്പ്ലേ ആയിട്ട് നമുക്കിതിൽ കാണാൻ സാധിക്കും. ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് 10.0യും ഓപ്പോൻ്റെ തന്നെ കളർ OS വേർഷനായ V7ഉമാണ്. ഇനി പ്രൊസസ്സർ നോക്കുകയാണെങ്കിൽ മീഡിയാടെക്കിൻ്റെ Helio P95 എന്നുള്ള ഒരു ഒക്ടാ-കോർ പ്രൊസസ്സറാണ് നൽകിയിട്ടുള്ളത്. ഇനി GPU ആണെങ്കിൽ പവർ VR 9446ഉമാണ്. ഇതിൽ പിന്നെ ഓവർ ഹീറ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പവർഫുൾ ആയിട്ടുള്ള ഒരു കൂളിംഗ് സിസ്റ്റം തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഹൈ ക്വാളിറ്റിയുള്ള ഗ്രാഫിക്സ് ഗെയിംസ് ഒക്കെ ഇതിൽ കളിക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഹൈ റെസൊല്യൂഷൻ വരുന്ന വീഡിയോ ഒക്കെ നമുക്ക് കണ്ടാലും ഇതിലൊരു ഹീറ്റിൻ്റെ പ്രശ്നം വരുന്നില്ല എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. പിന്നെ CPU-ൻ്റെ ഫ്രീക്വൻസി വരുന്നത് 2.2 Hz ആണ്. ഇനി ഇതിൽ 8GB റാമും 256GB ഇൻറ്റേർണൽ സ്റ്റോറേജുമാണുള്ളത്. ഈ ഫോണിലെ റാമാണ് LPDDR4X. ഇനി ഒരു ഫോണിൻ്റെ ബാറ്ററി കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ ഇതിന് മുമ്പ് വന്നിട്ടുള്ള ഓപ്പോ റെനോ 3 പോലെ തന്നെ 4025 mAh ഒരു ബാറ്ററി കപ്പാസിറ്റിയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് 30 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ്ങും ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. 0% to 50% വരെ ചാർജ് ആവാൻ വേണ്ട ടൈം 20 മിനിറ്റ് ആണ്. അതുപോലെ തന്നെ 0% to 100% വരെ ആവാൻ എടുക്കുന്ന ടൈം 50 മിനിറ്റ് മാത്രമാണ്. ഇനി ഈ ഒരു ഫോണിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളതാണ് ക്യാമറയെക്കുറിച്ച്. ഇതിൽ വരുന്നത് ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. അതിൽ ഫസ്റ്റ് ക്യാമറ 13 മെഗാപിക്സലിൻ്റെ ഒരു f2.4 അപ്പേച്ചർ വാല്യൂ ഉള്ള ഒരു ടെലിഫോട്ടോ ലെൻസും, മെയിൻ ക്യാമറ ആയിട്ട് വരുന്നത് 64 മെഗാപിക്സലിൻ്റെ ഒരു f1.7 അപ്പേച്ചർ വാല്യൂ ഉള്ള ഒരു അൾട്രാ ക്ലിയർ മെയിൻ ക്യാമറയും, മൂന്നാമത്തെ ക്യാമറ വരുന്നത് 2 മെഗാപിക്സലിൻ്റെ ഒരു f2.4 അപ്പേച്ചർ വാല്യൂ ഉള്ള ഒരു മോണോ ലെൻസും, ലാസ്റ്റ് ക്യാമറ വരുന്നത് 8 മെഗാപിക്സലിൻ്റെ ഒരു f2.2 അപ്പേച്ചർ വാല്യൂ ഉള്ള ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയുമാണ്. ഈ മെയിൻ ക്യാമറ വെച്ച് എടുക്കാൻ പറ്റുന്നത് നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ളതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷോട്ടുകളാണ്. അതുമാത്രമല്ല ഈ ക്യാമറയിൽ നമുക്ക് 5x വരെ ഹൈബ്രിഡ് സൂമും ചെയ്യാം. അതുപോലെ തന്നെ 20x വരെ ഡിജിറ്റൽ സൂമും ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു ഫോണിൽ അഡീഷണൽ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് അൾട്രാ ഡാർക്ക് മോഡ്. നല്ല ഇരുട്ടായിട്ടുള്ള സമയത്ത് നമുക്ക് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ അൾട്രാ ഡാർക്ക് മോഡ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ ഹൈ ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടും പിന്നെ സൂപ്പർ ഫാസ്റ്റ് ഫോക്കസ് ആയിട്ടും നമുക്കിതിൽ ഫോട്ടോ എടുക്കാനൊക്കെ സാധിക്കും. 3 സെൻറ്റിമീറ്റർ നമുക്ക് മാക്രോ ഫോട്ടോഗ്രാഫി ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. അധിക ഫോണിലും നമുക്ക് 4 സെൻറ്റിമീറ്ററിലാണ് നമുക്ക് മാക്രോ ഫോട്ടോ എടുക്കാൻ പറ്റുന്നത്. എന്നാൽ ഈ ഒരു ഫോണിൽ 3 സെൻറ്റിമീറ്ററിലാണ് എടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ക്ലോസ് ആയിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കാം. ഇതിലിപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ സൂം ചെയ്തെടുത്ത ഫോട്ടോസൊക്കെ 2x വരെ സൂം ചെയ്ത ഫോട്ടോസ് കാണാം. അതുപോലെ തന്നെ 5x വരെ സൂം ചെയ്ത് കാണാം. പിന്നെ 10xും പിന്നെ 20x വരെ സൂം ചെയ്ത ഫോട്ടോസ് കാണാം. ഫോട്ടോസ് സൂം ചെയ്താലും ക്വാളിറ്റിക്ക് യാതൊരു പ്രശ്നം വരുന്നില്ല. നല്ല ക്വാളിറ്റി തന്നെ കിട്ടുന്നുണ്ട് ഫോട്ടോസൊക്കെ. ഈ ഒരു 20x ഫോട്ടോ നിങ്ങൾക്ക് കാണാം, ഞാനൊരു സൈഡിൽ ഒരു റൗണ്ട് ഇട്ടത് കാണാം. അത്രയും ലോങ്ങിൽ നിന്ന് സൂം ചെയ്തിട്ടാണ് ഈ ഒരു ഫോട്ടോ എടുത്തിട്ടുള്ളത്.
നിങ്ങളിതൊരു സ്റ്റാൻഡിലോ ഒരു ട്രൈപാഡിലൊക്കെ വെച്ച് എടുക്കുകയാണെങ്കിൽ നല്ല തീരെ ഷേക്ക് കൂടാതെ തന്നെ നല്ല രൂപത്തിലുള്ള ഒരു ഫോട്ടോ തന്നെ കിട്ടും. ഇനി ഇതിലെടുത്തിട്ടുള്ള ഫോട്ടോസിൻ്റെ വീഡിയോസിൻ്റെ സാമ്പിൾസ് ഒക്കെ ഒന്ന് കാണാം. ഇനി ഇവിടെ കാണാം ഒരു നോർമൽ ഫോട്ടോസും നൈറ്റ് മോഡിലെടുത്ത ഫോട്ടോസും തമ്മിലുള്ളൊരു വ്യത്യാസം. ഇനി ഇതിലെടുക്കാൻ പറ്റുന്ന വീഡിയോ റെസൊല്യൂഷൻ 4K 30 ഫ്രെയിം പെർ സെക്കൻഡും അതുപോലെ തന്നെ 1080 30 ഫ്രെയിം പെർ സെക്കൻഡും 60 ഫ്രെയിം പെർ സെക്കൻഡും വരെയുള്ള വീഡിയോസ് എടുക്കാം. ഇതിൽ പിന്നെ കമ്പനി അവകാശപ്പെടുന്നത് സിനിമാറ്റിക് ക്വാളിറ്റിയിൽ വരെ നമുക്കിതിൽ വീഡിയോ എടുക്കാൻ പറ്റുന്നതാണ്. അതുമാത്രമല്ല നമുക്ക് അൾട്രാ വൈഡ് വീഡിയോസ് കൊടുക്കാം, അതുപോലെ തന്നെ ബൊക്ക എഫക്റ്റുള്ള വീഡിയോസ് വരെ നമുക്ക് ഇതിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇതുകൂടാതെ വീഡിയോ സ്റ്റെബിലൈസർ പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനും കൂടെ വരുന്നുണ്ട്. അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഷേക്ക് കൂടാതെ ഉള്ള ഒരു വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ സ്ലോ മോഷനിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന റെസൊല്യൂഷൻ 1080 അതുപോലെ തന്നെ 720 നമുക്ക് ഷൂട്ട് ചെയ്യാം. ഇനി നമുക്ക് വീഡിയോ സൂം ചെയ്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് 4K 10x വരെയും അതുപോലെ തന്നെ 1080 20x വരെയും നമുക്ക് സൂം ചെയ്ത് ഷൂട്ട് ചെയ്യാം. ഇനി ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ നോക്കാം. ഡുവൽ പഞ്ച് ഹോൾ ക്യാമറ ആണ് വരുന്നത്. 44 മെഗാ പിക്സലിൻ്റെ ഒരു വലിയ ക്യാമറ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 44 മെഗാ പിക്സലിൻ്റെ ഒരു f2.2 അപ്പേച്ചർ വാല്യൂ ഉള്ള ഒരു വൈഡ് ക്യാമറ ആണ്. അടുത്തൊരു ക്യാമറ എന്ന് പറയുന്നത് നമുക്ക് പോർട്രേറ്റ് ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് നല്ല ഫേസിലേക്ക് നല്ല സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 2 മെഗാ പിക്സലിൻ്റെ ഒരു f2.4 അപ്പേച്ചർ വാല്യൂ ഉള്ള ഒരു ക്യാമറ ആണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഫോട്ടോ നോർമൽ മോഡിലെടുത്ത ഫോട്ടോ ആണ്. അതുപോലെ തന്നെ ഇതിൽ സ്മൂത്ത് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ വരുന്നുണ്ട്. ഇവിടെ കാണാം നോർമൽ എടുത്ത ഫോട്ടോസും അതുപോലെ തന്നെ സ്മൂത്തിലെടുത്ത ഫോട്ടോസും തമ്മിലുള്ളൊരു വ്യത്യാസം. സ്കിന്നിനൊക്കെ നല്ല സ്മൂത്തായിട്ടാണ് ഈ ഒരു ഫോട്ടോയിൽ കാണാൻ സാധിക്കുന്നത്. ഈ സ്മൂത്ത് എന്നുള്ള ഓപ്ഷൻ കൂടാതെ തന്നെ ഫേസിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഐസിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, നോസിന് അതുപോലെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട് ക്യാമറയിൽ തന്നെ. പിന്നെ ഈ ഒരു ക്യാമറയിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലറായിട്ടുള്ള ഫോട്ടോസും എടുക്കാം. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നല്ല ബൊക്ക എഫക്റ്റുള്ള വീഡിയോസൊക്കെ നമുക്ക് ഈ സെൽഫി ക്യാമറയിൽ എടുക്കാൻ പറ്റും. ഇനി ഇതിൽ നൈറ്റ് മോഡ് വരുന്നത് കൊണ്ട് തന്നെ നല്ല അടിപൊളി ക്വാളിറ്റി തന്നെ നമുക്ക് നൈറ്റ് മോഡിൽ സെൽഫി ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. ഇതിലെടുക്കുന്ന നൈറ്റ് മോഡിൽ എടുത്ത ഫോട്ടോസൊക്കെ നല്ല ഡേയിലൊക്കെ എടുത്ത പോലെ തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഫോട്ടോസ് നമുക്ക് കിട്ടും. ഇത് ക്യാമറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഒരു വീഡിയോ തന്നെ സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും. അത്രയും ഒരുപാട് ഫങ്ഷൻസ് ഫീച്ചേഴ്സൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഇതിൻ്റെ ക്യാമറേൻ്റെ ഓപ്ഷന്. ഈ ഫോൺ ഗെയിമിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ക്യാമറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫോണാണെന്ന് തന്നെ പറയാം. ഇനി ഈ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ച് എടുക്കാൻ പറ്റുന്ന വീഡിയോ റെസൊല്യൂഷൻ 1080p 30 ഫ്രെയിം പെർ സെക്കൻഡ് വരെയാണ്. ഇനി ഇതിൻ്റെ സെക്യൂരിറ്റി ലോക്കായിട്ട് കൊടുത്തിട്ടുള്ളത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറും അതുപോലെ തന്നെ ഫേസ് ലോക്കുമാണ്. ഇത് രണ്ടും തന്നെ 0.34 സെക്കൻഡ് കൊണ്ട് തന്നെ ഇത് അൺലോക്കായി വരും. ഇനി ഈ ഒരു ഫോണിൻ്റെ ഹാർഡ്വെയർ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ വലത് സൈഡിലായിട്ട് ഒരു പവർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പവർ ബട്ടൺ 5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നമുക്കൊരു ഗൂഗിൾ അസിസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരുന്നത് കാണാം. ഇനി ഫോണിൻ്റെ താഴെ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു 3.5mm ഓഡിയോ ജാക്കും പിന്നെ ഒരു ടൈപ്പ് സി ചാർജിങ് പോർട്ടും പിന്നെ ഒരു മൈക്കും പിന്നെ ഒരു സ്പീക്കർ യൂണിറ്റുമാണ് വരുന്നത്. ഇനി ലെഫ്റ്റ് സൈഡിലായിട്ട് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാനുള്ള ഒരു ബട്ടനും പിന്നെ അതിന് തൊട്ട് മുകളിലായിട്ട് ഒരു സിം ട്രേ ആണ് കൊടുത്തിട്ടുള്ളത്. ഈ സിം ട്രേയിൽ നമുക്ക് ഒരേ സമയത്ത് 2 സിം കാർഡും ഒരു മെമ്മറി കാർഡും ഇട്ടിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി ഇതിലിടാൻ പറ്റുന്ന മാക്സിമം മെമ്മറി കാർഡിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1 TB വരെയാണ്. ഇനി ഫോണിൻ്റെ മുകളിലായിട്ട് ഒരു സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്കും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഫോണിൽ നമുക്ക് എത്ര വെയിലുള്ള സമയത്തായാലും നമുക്ക് ഇതിൽ ഡിസ്പ്ലേയിൽ നോക്കുന്ന സമയത്ത് യാതൊരു ലൈറ്റ് കുറവായിട്ട് തോന്നില്ല. അത്രയും നല്ല ബ്രൈറ്റ്നെസ് തന്നെ നമുക്ക് ഈ സ്ക്രീനിൽ കിട്ടുന്നുണ്ട്. ഇതിൽ പിന്നെ ഡാർക്ക് മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഇതിലുള്ള ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് നമ്മളെ ഓപ്പോ റെനോ 3ലുള്ള അതേ ഫീച്ചേഴ്സൊക്കെ തന്നെ ഉള്ളത്. ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. ഇനി ഇതിന് കൂടെയുള്ള ഈ ഒരു ബോക്സിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. നമുക്ക് തന്നിട്ടുള്ളത് ഒരു ഡെമോ യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിലൊരു ഇയർഫോൺ അവർ തരുന്നില്ല. പിന്നെ ഇതിൽ കൂടെ വരുന്നത് ഒരു ചാർജിങ് അഡാപ്റ്ററും പിന്നെ ഒരു ടൈപ്പ് സി ചാർജിങ് കേബിളും ആണ് വരുന്നത്. ഇനി ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ UAE വരുന്നത് 1899 ദിറംസും അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇതിന് എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് 35,999 രൂപയുമാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഓപ്പോ റെനോ 3 Pro എന്ന് പറയുന്ന മോഡലിൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഫോണിനെ കുറിച്ച് ഇനി എന്തെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ കമൻറ്റിൽ കൂടി ചോദിക്കാവുന്നതാണ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.